ഇന്നിപ്പോൾ പൊതുചർച്ച പൂർത്തിയാക്കി രാഷ്ട്രീയ പ്രമേയത്തിന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് മറുപടി, ഇതാണോ ഇന്നത്തെ നടപടിക്രമം? അതെ, ഇന്ന് പൊതുചർച്ച തുടരും. അതോടൊപ്പം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഭേദഗതികൾ അവതരിപ്പിക്കാനുള്ള അവകാശം അവർ വിനിയോഗിക്കുന്നുണ്ട്. ഇത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാലത്ത് രൂപപ്പെടാൻ ഇടയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏതു തരത്തിലുള്ള രാഷ്ട്രീയ അടവ് സമീപനത്തോട് നേരിടണം, ജനങ്ങളുടെ സമരം ഉയർത്തിക്കൊണ്ടുവരുന്നതിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നതാണെങ്കിലും അത് സംബന്ധിച്ച കാഴ്ചപ്പാടാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നത്. അത് പാർട്ടി പരിപാടിയിലെ ദീർഘകാല വീക്ഷണത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രയോഗിക്കണം, അതാണ് രാഷ്ട്രീയ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന സമ്പ്രദായം എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പം വിദേശത്ത് നിന്ന് വന്നൊരു പ്രതിനിധിയോട് വിശദീകരിച്ചപ്പം ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് പുള്ളി ചോദിച്ചു. അത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് 2 മാസം മുമ്പ് ഇത് കരട് രാഷ്ട്രീയ പ്രമേയം, ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകരിക്കുന്നു, ഇതല്ല ഫൈനൽ അന്തിമ രൂപം എന്ന് പറയുന്നു. എന്നിട്ട് ബ്രാഞ്ച് മുതൽ 10,000-കണക്കിന് പാർട്ടി ഘടകങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു. ഘടകങ്ങൾക്ക് ഇതിൽ ഭേദഗതി അയക്കാം, വ്യക്തികൾ എന്നുള്ള നിലയിൽ പാർട്ടി മെമ്പർമാർക്ക് അയക്കാം. അതിന് പുറമെ അനുഭാവികളും ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നോക്കിയിട്ട് അവരും പലതും അയക്കും. ഇത് മുഴുവൻ പോളിറ്റ് ബ്യൂറോയിലെ ഒരു ടീം ഇരുന്നിട്ട് പരിശോധിച്ചിട്ട് 3000-ലധികം വന്നു. അത് തന്നെ നോക്കി അത് ക്രോഡീകരിക്കുക തന്നെ ഒരു വലിയൊരു അത് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. അപ്പോൾ ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത് പാർട്ടി കോൺഗ്രസിന് മുന്നേ കിട്ടിയ ഭേദഗതികളെന്നാണ്, പ്രീ കോൺഗ്രസ് അമെൻമെൻറ്റ്സ്. സഖാവ് പ്രകാശ് കാരാട്ട് ഈ രേഖകൾ അവതരിപ്പിക്കുമ്പോൾ പാർട്ടി കോൺഗ്രസിന് മുന്നേ കിട്ടിയ ഭേദഗതികളിൽ 100 എണ്ണം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ പ്രതിനിധികളുടെ മുമ്പിൽ കരടിൻ്റെ രൂപത്തിൽ നിന്ന് മാറി പുതിയ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഒന്നാണ് പ്രതിനിധികൾ പിന്നെ ചർച്ച ചെയ്യേണ്ടത്. പ്രതിനിധികൾക്ക് വേണമെങ്കിൽ ആദ്യ രൂപം തന്നെയാണ് ശരി, നിങ്ങൾ വരുത്തി മാറ്റം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാം, അങ്ങനെ അമെൻമെൻറ്റ് കൊടുക്കാം. അപ്പം ഇന്ന് പാർട്ടി കോൺഗ്രസിനുള്ളിൽ വന്ന ഭേദഗതികൾ, ആ ഭേദഗതികളിന്മേൽ കൂടി പ്രതികരണം അറിയിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു അംഗത്തിന് അതിനോട് വിയോജിപ്പുണ്ട്, ഞാൻ നൽകിയ ഭേദഗതി നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും അത് അംഗീകരിക്കണം പാർട്ടി കോൺഗ്രസ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ആ സഖാവിന് എണീറ്റ് നിന്നിട്ട് പ്രസ് ചെയ്യാം, അതിന്മേൽ വോട്ടിങ് നടക്കും പാർലമെൻറ്റിലെ പോലെ. അപ്പം സ്റ്റിയറിംഗ് കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അഭിപ്രായം ഇതാണ്, ഇത് അംഗീകരിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ പിന്നെ ശരത് എന്ന് പറയുന്ന നമ്മുടെ പ്രതിനിധി ഇത് അംഗീകരിച്ചേ പറ്റൂ, അദ്ദേഹത്തിൻ്റെ ഭേദഗതി ഉറച്ചു നിൽക്കുന്നു. വോട്ടെടുപ്പ് നടന്നു, ആ സഖാവ് പറഞ്ഞിടത്താണ് ഭൂരിപക്ഷം അംഗങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമാവുകയാണ്. ഇങ്ങനെയുള്ള വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ്, അല്ലാതെ ഹൈക്കമാൻഡിന് വിടുന്നു, ഹൈക്കമാൻഡ് എല്ലാം തീരുമാനിക്കുന്നു, വിപ്പുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ സഭയിൽ വരുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞ് രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വലിയൊരു വിഷയത്തിൽ ഏറ്റവും അരാജകമായി പെരുമാറുന്ന പാർട്ടികളും നമ്മുടെ രാജ്യത്തുണ്ട്. പ്രധാനപ്പെട്ട വലിയ പാരമ്പര്യമുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെ അരാജകപരമായി വിഷയങ്ങൾ സമീപിക്കുമ്പോൾ വളരെ ചിട്ടയിലും ക്രമത്തിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടിയാണ്.